തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത് ശരിക്കും പഴുത്ത പഴം ഇനി കളയണ്ട കേട്ടോ. ദാ ഇതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാവേ. അതും ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. ദാ ഇതുപോലെ നന്നായിട്ട് പഴുത്ത 2 പഴം പുഴുങ്ങി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി ചെറിയ ജീരകവും ഏലക്കപ്പൊടിയും 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നിങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതി. ഞാനിവിടെ ചെറുതായതുകൊണ്ടാട്ടോ 2 എണ്ണം എടുത്തത്. ഇനി ഈ മിക്സിലേക്ക് 1 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും നല്ലോണം കുറുകി കട്ടിയായി വരാനായിട്ട് 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് എല്ലാം കൂടി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തോണ്ട് വരാം. ദാ ഇനിയിപ്പോ ഏത് പാനിലാണോ റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതേപോലെ അരിച്ച് വേസ്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മിക്സ് അടുപ്പത്ത് വെച്ച് നല്ലോണം തന്നെ തിളപ്പിച്ച് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഹൽവയൊക്കെ റെഡിയാക്കില്ലേ അതുപോലെ. ഇടയ്ക്ക് 1, 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ട്ടോ. ഇനിയിപ്പോ നന്നായിട്ട് തിളച്ച് ദാ ഇതേപോലെ കുറുകി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുന്ന വരെ ഇളക്കി കൊടുക്കണേ. കണ്ടോ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നെയ്യ് പറ്റിയ മറ്റൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചെടുത്താലുണ്ടല്ലോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോ നല്ലോണം പഴുത്ത് പോയ പഴം ആരും കളയല്ലേ ട്ടോ. ദാ ഇതുപോലെ സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടീസിനൊക്കെ കൊടുത്താലുണ്ടല്ലോ പാത്രം എപ്പ കാലിയാക്കി തന്ന് ചോദിച്ചാൽ മതി. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.